കേരള ഹൗസിൽ അനധികൃത പരിശോധന നടത്തിയെന്ന കേരള സർക്കാരിന്റെ പരാതിയിൽ ഡൽഹി പോലീസ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഹിന്ദുസേന നേതാവ് വിഷ്ണുഗുപ്തയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡൽഹി കേരള ഹൗസിൽ ബീഫ് എന്ന പേരിൽ പശുവിറച്ചി വിളമ്പിയതായി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച വിഷ്ണുഗുപ്തയെ രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആം ആദ്മി പാർട്ടി കേരള ഹൗസിന് മുന്നിൽ പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപായിട്ടായിരുന്നു ഇയാളെ പിടികൂടിയത്. കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള ഗസ്റ്റ് ഹൗസിലും കാന്റീനിലും പിന്നീട് അടുക്കളയിലും കയറിയ പോലീസ് നടപടിയെ ആം ആദ്മി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ വിഷയത്തിൽ ഡൽഹി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് ഉച്ചയോടെ സമർപ്പിക്കുകയായിരുന്നു. താൽക്കാലിക നിരോധനം നീങ്ങിയതോടെ കേരള ഹൗസിൻ്റെ കാന്റീൻ മേശയിൽ ബീഫ് വിഭവങ്ങൾ എത്തി. 45 മിനിറ്റ് കൊണ്ട് ബീഫ് കറിയും ഫ്രൈയും അടക്കം 140 പ്ലേറ്റ് വിറ്റുപോയി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തിയപ്പോൾ ബീഫ് കഴിക്കാൻ എത്തിയവരുടെ തിരക്കായിരുന്നു. MA ബേബി അടക്കമുള്ള നേതാക്കൾ കാന്റീനിലെത്തി ബീഫ് ഫ്രൈ കഴിച്ചു. സമരം വിജയിച്ച ആഹ്ലാദത്തിലാണ് എല്ലാവരും ബീഫ് ഊട്ട് നടത്തിയത്. The beef here is really good. It's really nice. The menu here is fabulous. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന് TV ന്യൂ ഡൽഹി ബ്യൂറോ പ്രവർത്തകർക്ക് ബീഫ് തന്നെ വാങ്ങിക്കൊണ്ട് കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നത്. ഇത് പോത്രച്ച കഴിഞ്ഞപ്പോഴാണ് പ്രതിഷേധം പൂർണ്ണമായത്, മനസ്സിനൊരു സമാധാനമായത്. കണ്ടില്ലേ മലയാളികളുടെ പ്രതിഷേധം? സാധാരണ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം നടത്തിക്കൊണ്ടാണ് സമരം ചെയ്തത്. പക്ഷേ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ സമരമാർഗം തുറന്നിരിക്കുന്നത്. ക്യാമറാമാൻ ലിജു ചെറിയാനൊപ്പം D. ധനസുമോദ്, TV ന്യൂ.